നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇപ്പോൾ ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് പണം ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന് വൈകിട്ട് 2 മണിയോടുകൂടി തന്നെ ഒരുപാട് ആളുകൾക്ക് പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പണം ബാങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ യെസ് എന്നും എല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പണം എത്തിയിട്ടുണ്ട്. പണം കഴിഞ്ഞ മാസങ്ങളെല്ലാം കറക്റ്റായി പണം ലഭിച്ച ആളുകൾക്ക് ഈ മാസവും പണം ലഭിക്കുന്നതാണ്. അവർക്ക് 1 മണിക്കൂറിൽ തന്നെ പണം അവരുടെ അക്കൗണ്ടിലെത്തും. അതുപോലെ തന്നെ കൈകളിൽ പണം എത്തുന്ന ആളുകൾക്ക് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ നാളെയോ മറ്റന്നാളത്തോടോ കൂടി തന്നെ പണം കൈകളിലേക്കും എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയാകുന്നത്. നമുക്കറിയാം, 1600 രൂപ പെൻഷൻ ഉണ്ടായിരുന്നത് സർക്കാർ പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടായിരുന്നു 2000 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചത്. ആ വർദ്ധിപ്പിച്ച പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവും 2ാം ഗഡു തുടങ്ങുകയാണ്. കഴിഞ്ഞ ഗഡു ലഭിച്ച എല്ലാ ആളുകൾക്കും ഈ മാസവും പെൻഷൻ എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് 1000 രൂപയുടെ പെൻഷനായിരിക്കും ലഭിക്കുക. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടായിരുന്നു സർക്കാർ ഇങ്ങനെയൊരു പ്രഖ്യാപനവുമായിട്ട് വന്നത്. ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് മുമ്പായി തന്നെ മാക്സിമം ആളുകളിലേക്ക് നേരിട്ട് പണം എത്തിക്കാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ, 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് മാസം 1000 രൂപയുടെ സ്കോളർഷിപ്പ് മുതലായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെൻഷൻ മുടങ്ങിയ ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പെൻഷൻ ഐ ഡി ചെക്ക് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടോ ചെക്ക് ചെയ്യുക. മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ പെൻഷൻ വരുമാനം നൽകാത്തത് കൊണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൂടി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.